വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് സവാള ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു റോൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. കുട്ടികൾക്കൊക്കെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കയ്യിലുള്ള സാധനങ്ങളാണ് അത് സവാള ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ റോള് നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം. അതാണ് നമ്മൾ വീഡിയോ ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഒരു 7-8 ചപ്പാത്തി, ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ പാകത്തിനുള്ള മൈദാമാവ് എടുത്ത്, നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കൊരു പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൈസ് വേണം ഒന്നിന്. അപ്പോൾ ഒരു 7-8 പൂരി ഉണ്ടാക്കാനുള്ള മാവ്, പിന്നെ ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര, ഒരു കുറച്ച് പഞ്ചസാര ഇപ്പോഴും ഇടയിൽ ഇട്ട് കൊടുത്തത്, പിന്നെ വെളിച്ചെണ്ണയും, എന്താണ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഇതാവും. അപ്പോൾ മൈദാമാവിലേക്ക് നമ്മൾ ഉപ്പിട്ടു, പഞ്ചസാര ഇട്ടു, 1/2 സ്പൂൺ പഞ്ചസാര, ഓക്കെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, പിന്നെ 2 സ്പൂണ് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മളൊന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ലൂസായി പോവരുത്, ചപ്പാത്തിയുടെ ആ ഒരു ഇതായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ, റോളാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്, ഇത് കണ്ടല്ലോ. ഇനി എന്ത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. നമുക്കിത് മാവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ഈ സവാളയൊക്കെ ഇനി ആക്കാൻ പോകുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം നമ്മൾ വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഓക്കെ. എണ്ണ നല്ലവണ്ണം ചൂടാകുന്ന സമയത്ത് നമുക്കതിൽ സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലവണ്ണം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മളൊരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പുഴുങ്ങിയെടുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. സവാള ഒരു 2 സവാള ഞാനിതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ചതച്ചത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരത്തിന് പകരമായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട പൊടിച്ചും ചേർക്കാം. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അപ്പം നമ്മളതായിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 1/4 സ്പൂണ് വഴന്ന ശേഷം ഇനി നമുക്കതിൽ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം നമ്മളൊന്ന് വഴറ്റുക. ചെറുതീയിൽ നല്ലവണ്ണം പച്ചമണം മാറ്റുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വഴന്ന ശേഷം നമ്മളതിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലവണ്ണം പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണമായിരിക്കും നല്ലത്. നമ്മൾ തവി വെച്ചിട്ട് നല്ലവണ്ണം ഇട്ടിട്ട് ഇതാക്കി കൊടുക്കുക. നല്ലവണ്ണം ഞാൻ ഉടച്ചെടുത്ത് അതിനോട് ചേർത്ത് മസാലയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവ് വലിക്കണം മസാല, കണ്ടല്ലോ. ആ ഉരുളക്കിഴങ്ങാണ് നമുക്ക് തിരിച്ചറിയാത്തക്ക രീതിയിൽ ഇതിങ്ങനെ നല്ലവണ്ണം അത് ഉടച്ചെടുത്ത്, ഈ ഒരു ഒട്ടും വെള്ളം പാടില്ല, നമ്മൾ ഇങ്ങനെ ആക്കിയെടുപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ചേർന്ന് തണുക്കാൻ വെക്കാം, അല്ലെങ്കിൽ അത് ചൂടിൽ തന്നെ ചെയ്യരുത്. അപ്പോൾ തണുക്കാൻ വെക്കുന്നുണ്ട് ഞാനൊരു പ്ലേറ്റിലാക്കിയിട്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു പൂരിയുടെ ഒരു വണ്ണത്തിലും സൈസിലും ആയിരിക്കണം നമ്മളത്. അത്രയും പൂരിയുടെ വണ്ണം വേണ്ട, എന്നാലും നമ്മൾ ആ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മളത് പരത്തിയെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നമുക്ക് ഈസിയാണ്. നമ്മൾ ഇപ്പോൾ പച്ചക്കറി അങ്ങനെ സാധനങ്ങളൊന്നും മേടിക്കാൻ പോകണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന. രാവിലെ നമുക്ക് മസാല ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം നമുക്ക് ഇത് ചെയ്തെടുത്താലും മതി. മാവും രാവിലെയൊക്കെ കുഴച്ചെടുത്തിട്ട് 4 മണിയാകുമ്പോൾ നമുക്ക് ചെയ്തെടുക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഓക്കെയാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിതേ ഈ ഒരു ഫില്ലിങ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് സൈഡിലിടരുത്, ഇങ്ങനെ നടുക്കിങ്ങനെ ഇടുക. 2 സൈഡും കുറച്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ ഇടുക, ഓക്കെ. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക, ഇതിന് ഇങ്ങനെ മടക്കുക. ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ മടക്കി അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കി. എന്നിട്ട് ശേഷം നമ്മൾ ഒന്ന്
കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിതിൽ വേറെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇതുമാതിരി തന്നെ ബാക്കി എല്ലാം കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ, ഫുള്ളായിട്ട് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ചൂടാകുന്ന സമയത്ത്, നല്ലോണം തിളയ്ക്കണ സമയത്ത് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. അതായത് ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മളെല്ലാം മടക്കി മേൽവശം വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ താഴത്തേക്ക് ഇട്ട് കൊടുക്കുക, ഫോൾഡ് ചെയ്ത ഭാഗം. അല്ലെങ്കിൽ ചില സമയം തുറന്ന് വരില്ല, എന്നാലും നമ്മളൊരു അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് ഓൾറെഡി കുക്ക് ചെയ്ത് വന്നതുകൊണ്ട് പിന്നെ നമുക്കിനി കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു മാവ് മാത്രം ആയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഇത് റെഡി ആകുന്നതിന് അപ്പുറം ഇപ്പുറം തിരിച്ചിടുക, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട്, കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ അടുത്ത ഇത് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളുടെ ഈ ഒരു വീഡിയോ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് വളരെ ഈസിയാണ്, ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ്സ് ഉരുളക്കിഴങ്ങ്, മുട്ട, സവാള, ഉരുളക്കിഴങ്ങ് വേണം നിർബന്ധമില്ല, സവാള മാത്രം വെച്ച് ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെ പകരം നമുക്ക് മുട്ട ജസ്റ്റ് പുഴുങ്ങിയ മുട്ട പൊടിച്ചിട്ടും ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്, നമുക്ക് നല്ല സോഫ്റ്റുമാണ്, പുറമേ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്, കണ്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് വരുന്ന ബെൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും ഇന്ന് തന്നെ നമ്മളുടെ വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ല വീഡിയോയിൽ ഇപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക്